വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സഹാനി കപ്പോണ് കളിക്കുമ്പോൾ എനിക്കൊരു ചാലഞ്ച് കിട്ടി. അപ്പോൾ എന്താ ചാലഞ്ച് എന്ന് പറയാം? അതോ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളെ ആ ടവർ പോലെ വെക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും. അത് നമ്മളെ ടവർ പോലെ വെച്ചിട്ട് ഒന്ന് ബാക്കി ഉണ്ടാവുള്ളൂ. ആ ബാക്കി കൊണ്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് നിരത്തി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ടവർ വീഴാതെ തെറിച്ച് വെക്കുന്നതാണ് കളി. അപ്പോൾ വീഴാൻ പാടില്ല. വീഴുന്ന പണിഷ്മെൻറ്റിൻ്റെ അടിക്കൽ തന്നെയാണ് ഇന്നും. അതാരും ഹെൽപ്പ് ചെയ്യോ? അതിൻ്റെ മുകളിലാക്കി അവിടെ അല്ല അവിടെ. അപ്പോൾ നമ്മൾ ഗെയിം എന്താ വെച്ചപ്പോൾ ഒരു എക്സാമ്പിൾ പറയണേ. ഇതിങ്ങനെ ഇങ്ങനെ 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 വീഴാം കഴിച്ച് വീഴാതെ ആക്കണം. വീണ പണിഷ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പണിഷ്മെൻറ്റ് അടിച്ചൽ തന്നെയാണ്. നമുക്കിത് മൂന്നൂടെ വെക്കാം. കഷ്ടപ്പാട് പോയില്ലേ താനോ? കഷ്ടപ്പാട് പോയില്ലേ താനോ? എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ ടവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കളി തുടങ്ങാം. സ്റ്റോപ്പ് വാച്ച് തന്നെയല്ലേ? ഇപ്പൊ ഞങ്ങള് റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ചിട്ട് ആരും ഫസ്റ്റ് ആകാൻ നോക്കാം. റോക്ക് പേപ്പർ പെൻസിൽ സിസേഴ്സ്. സ്റ്റോൺ പേപ്പർ പെൻസിൽ സിസേഴ്സ്. അപ്പൊ കാത്തേനെ ഫസ്റ്റ്. കേസിന്റെ വീണു. അവസാനം അടിച്ചോ? ഇത് നിലത്തിനേക്കാളും വേദനിച്ചിട്ടോ. അന്ന് ഞങ്ങൾ ഇട്ടത് ടൈമറായിരുന്നു. അന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ടൈമറായിരുന്നു ഇട്ടത്. ഇന്ന് ഇട്ടിക്കണത് സ്റ്റോപ്പ് വെച്ചാണ്. അതാണ് പറയണത്. അവസാനം അങ്ങനെ ഒരു കാര്യം അത് മറന്നു കേട്ടോ. വീണ് അപ്പൊ അടിയുണ്ട്. അപ്പൊ എനിക്ക് എത്ര എണ്ണം കിട്ടിയ ഓനക്ക് മാർക്കുണ്ട് കേട്ടോ. ഓനക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ്. അപ്പൊ ഇൻ്റെത് കൗണ്ട് ചെയ്യാൻ പറ്റൂല. അവർക്ക് 1 3 4 5 6 എണ്ണം ഉണ്ട്. എനിക്ക് 4 കപ്പ്. ഈ കളിയിൽ സഹായം തന്നെയാണ് ജയിക്കുക. ഞാൻ ആദ്യത്തെ കളിയിൽ ജയിച്ചൂടെ. ഒന്ന് റിവഞ്ചാ തോന്നും. അപ്പൊ ഇനി ഇതിന്ന് 1 എടുക്കണം. ബിക്കോസ് ഇതാണ് 6 ഉള്ളത്. പക്ഷെ ഇതില് 1 എക്സ്ട്രാ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഓള് ഇതിന്ന് 1 എടുത്തു. എന്നാലും നമുക്ക് ഇപ്പോഴും 6 ഉണ്ട്. അപ്പൊ ഞാനല്ല ഫസ്റ്റ് സ്റ്റാർട്ട്. എത്ര 5 ആണ്. ഗൈസ് ഞങ്ങൾ കളി കുറച്ചൊന്ന് മാറിപ്പോയി. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് കളിക്കേട്ടോ. തെറ്റിപ്പോയി. 1 എക്സ്ട്രാ ഉണ്ട്. അല്ലാണ്ട് 1 നിൽക്കും. അപ്പോൾ ഞാൻ ആദ്യം നൽകാം. ഗൈസ് കുറച്ച് വൈകി. ഗൈസ് ഇത് കുറച്ച് സ്റ്റാർട്ട് ആവുമ്പോ പറയാം. അപ്പൊ ഗൈസ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയത് 5.30 seconds ആണ്. സഹാൻക്ക് ഇതിന്റെ കുറവുണ്ടെങ്കിൽ സഹാൻ ജയിച്ചു. എനിക്ക് കൂടുതലുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു. പണിഷ്മെന്റ് ലാസ്റ്റിലാണ് ഈ കളി. അത് ഇനി സഹാനല്ലേ ചെയ്തോ. ഇതൊക്കെ ഇതുകൊണ്ട് നിക്ക്
റിസർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര അപ്പൊ ഗായ്സ് സഹാനക്ക് 6.18 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ സഹാൻ ജയിച്ചു. അല്ല സോറി ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജയിച്ചു. ഇതിങ്ങനെ വീഴാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഞാനാണ് ജയിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് റൗണ്ടിൽ ആരാ ജയിക്കുന്നത്? അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ജയിച്ചാൽ ഞാൻ ജയിക്കുക. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ജയിച്ചു. അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ സഹാൻ ജയിക്കുകയാണെങ്കിൽ ഒരു ട്രൈ ബ്രേക്കർ ഉണ്ടാവും. ഈ റൗണ്ട് കുറച്ചും കൂടി ഡിഫറെൻറ്റാക്കാൻ ഞങ്ങളെ ഇനി പാട്ട് പഠിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധ മാറാതിരുന്നാൽ മതി. ഞാൻ ഏത് പാട്ടാട് ഇംഗ്ലീഷ് വേറെ പാട്ട് വേണം. ചാടന്റെ പാട്ടിൽ വേറൊരു പാട്ടില്ലേ? ഇത് ചായപ്പാട്ട്. എനിക്ക് കിട്ടിയിരിക്കുന്നത് 4.13 ആണ്. അപ്പോൾ ഷോറിലായിട്ട് ഞാനായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നത്. ഒന്നുകൂടി വെക്കട്ടെ. ഒന്നുള്ളൂ. എത്രയായി? എനിക്ക് 4.3 അല്ലേ? 4.13 ഇനി ചൂണ്ടാവില്ല. മാർക്കാതിരിക്കാനാ. അടുത്തത് സഹാനാണ്. ഇത് പാട്ട് പാടുന്നത് ഓക്കെ ജാടയാണ് അവന് പാടുന്നത്. അപ്പോൾ ഷോറിലായിട്ട് ഞാൻ എൻ്റെ റൗണ്ടിൽ ജയിക്കണം. ഈ റൗണ്ടിൽ ഈസി കേട്ടോ. പാട്ട് പാടാത്തോണ്ട് എന്നതുകൊണ്ട് ഈസി ആയിട്ടോ. എന്നാ സ്റ്റാർട്ട് ആവും. സ്റ്റാർട്ട് എന്ന് നമ്മളെ വീണ്. അപ്പൊ ഗൈസ് ഒരു റൗണ്ട് കൂടി ഞങ്ങൾ കളിക്കാന്ന് വിചാരിച്ചു. ഞാൻ ജയിച്ചിട്ട് ഒന്നാൾ ഒരു കളിയും കൂടി കളിക്കാം. എന്നിട്ട് ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ട് ടൈ ബ്രേക്കർ ആയിരിക്കും. അല്ലെങ്കിൽ സഹാൻ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ടൈം ബ്രേക്കർ ആയിരിക്കും. അല്ല നാലാമത്തെ റൗണ്ട് ടൈ ബ്രേക്കർ ആയിട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ട് ടൈ ബ്രേക്കർ ആയിരിക്കും. അപ്പൊ ഞാനാണത്. അപ്പൊ ഈ റൗണ്ടില് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കാൻ നമ്മൾ ഡാൻസ് ചെയ്തിട്ട് വേണം. എനിക്ക് ഇതിന് പറ്റും. അപ്പോ ഗായ്സ് ഞാനാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഫസ്റ്റ് ലൈന്. എല്ലാ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് പോയി ഇങ്ങോട്ട് ഞാൻ ഫസ്റ്റ്. അപ്പോൾ ഈ റൗണ്ട് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ട് വേണം എന്താ ചെയ്യാൻ. അപ്പോൾ സഹാനെ പാട്ട് പാടുമോ? ഏത് പാട്ട് പാടണം? ജാടാ എന്നാ പാടണം കേട്ടോ. പാടുതാനു വീണ്ടും ഗൈസ്. അപ്പൊ ടൈ ബ്രേക്കർ ഉണ്ടാവും കേട്ടോ ഗൈസ്. ടൈ ബ്രേക്കർ ചിലപ്പോ ഉണ്ടാവും. ചിലപ്പോ ഈ അതിൽ രണ്ടുണ്ട്. ടൈ ബ്രേക്കറില് ഓക്കെ സ്റ്റാർട്ട്. സഹാന മലബാർ ബാൻഡ് ഓരി ബാൻഡ് മലബാർ ബാൻഡ് അമ്മച്ചാരി കെന്നിപ്പോയി കമ്മ ചൊല്ലി മാടും തന്നെ 6. അപ്പോൾ ഗൈസ് രണ്ടെണ്ണത്തിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ സഹാൻ ജയിച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ മൂന്നാമത്തെ റൗണ്ടിൽ ഞാൻ അത് വീഴ്ത്തി. സഹാൻ വീഴ്ത്തിയിട്ടില്ല. സഹാൻക്ക് 6 സെക്കൻഡിലോ ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജയിച്ചു. അപ്പോൾ ഞാനാണ് വിന്നർ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ഇഷ്ടം? ഇപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് ആണോ, ക്യാച്ച് ആണോ, അതോ ഇതേപോലത്തെ ഉള്ള ചാലഞ്ചസ് ആണോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടനും കൂടി നിൽക്കുക. അത്രേ ഉള്ളൂ. ടാറ്റ. ടാറ്റ.